എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് എന്താണ് സ്പെഷ്യൽ. ഇത് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് 2 പച്ചടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ബ്രോക്കോളി വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. മലയാളികൾക്ക് കണ്ട് പരിചയമുള്ളതും അധികം കഴിച്ച് പരിചയമില്ലാത്തതുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബ്രോക്കോളി. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ബ്രോക്കോളി. സാധാരണ നമ്മൾ ഓണത്തിന് ബ്രോക്കോളി ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, കിടിലനാണ് കേട്ടോ. അതുപോലെ പിന്നെ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഓണം സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയും കൂടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല രുചികരമായിട്ടുള്ള 2 പച്ചടികളാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരം ഈ കിടിലം 2 പച്ചടികൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ടും വേണ്ട 2 ചേരുവയാണ് ഇവ രണ്ടും. ഒന്ന് ബ്രോക്കോളിയാണ്, ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല കളറുള്ള ബീട്രൂട്ട്, ഒരു വലിയൊരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബീട്രൂട്ടൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആയിരിക്കണം, നല്ല കളറും ഉണ്ടായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തുകൊണ്ടാണ് ഇതൊരു മഞ്ഞ് പോലെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ. അന്നേരം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കോളിഫ്ലവറൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ ചീര ഇതൊക്കെ തോരൻ വെച്ച് കഴിക്കുമ്പോൾ ചീരയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നില്ല, ഇലവർഗ്ഗങ്ങളുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രത്തോളം മതി ബ്രോക്കോളി. അതുപോലെ തന്നെ ബീട്രൂട്ട് മൊത്തമായിട്ട് എടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ബ്രോക്കോളി നമുക്ക് അരിഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ബ്രോക്കോളിയും കൂടി ഇട്ടിട്ട് ഇനി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോളിഫ്ലവറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ബീട്രൂട്ട് ഇവിടെ നല്ലതുപോലെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ പൊടിപൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കൈകൊണ്ട് തന്നെ അത് അരിഞ്ഞെടുക്കുമ്പം. അതിൻ്റെ ബ്രോക്കോളി നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൈകൊണ്ട് തന്നെ അടർത്തി മാറ്റുന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത്ര നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം ഒരുപാട് വേവൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ ഇടുമ്പം തന്നെ അത് വെന്ത് കിട്ടും. ഇത് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്. അന്നേരം ഈ ഒരു ബീട്രൂട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതുപോലൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ വെന്ത് കിട്ടണം. ഒരുപാട് സമയമൊന്നും ആവില്ല ഇത് വെന്ത് കിട്ടാൻ വേണ്ടി, വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം പച്ചടി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ലൂസായിട്ടും അല്ല, എന്നാൽ ഒരുപാട് കുറുകിയല്ലാത്ത രീതിയിലാണല്ലോ നമ്മൾ സാധാരണ പച്ചടി കഴിക്കാറുള്ളത്. ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ അളവിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അന്നേരം സാധാരണ അത് വേവിച്ചിട്ടാണ് ബീട്രൂട്ട് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നതെങ്കിൽ ബ്രോക്കോളി ഉണ്ടാക്കുന്നത് ആ ഒരു ബ്രോക്കോളി പകുതി മുക്കാലും വെന്തിരിക്കുകയാണ്. ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരം അതിനൊരു പ്രത്യേക രുചിയാണ്. സാധാരണ ബ്രോക്കോളി നമ്മൾ കാണുമ്പോൾ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കാണുമ്പം വിചാരിക്കും ഈ ഒരു പച്ച കളർ കാണുമ്പോൾ കയ്പ്പായിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതിന് കയ്പ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇനി ആ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. നാടൻ ഇഞ്ചി ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മതി. ഇതിപ്പോൾ ഇത്ര ഇട്ടാൽ മാത്രമേ ഒരു ഇഞ്ചിയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചുമന്നുള്ളി 3-4 എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാവുന്നതാണ്. ഞാനൊരു 4 പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ബൗൾ തേങ്ങ. ഇതൊക്കെ നമ്മൾ എത്രത്തോളം പച്ചടി ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അടിയിലോട്ട് ഈ ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ജീരകം നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് ജീരകം ചേർത്തേക്കുന്നത്. അതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വെള്ളം പോലെ ആക്കരുത് ഈ ഒരു അരപ്പ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടണം ഈ ഒരു അരപ്പ്. അതിന് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവിൽ
കടുകാണ്. കടുക് നമ്മൾ ആദ്യം ചേർക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അരിഞ്ഞു പോകേണ്ട കടുക്, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരിഞ്ഞു പോകരുത്. ആദ്യം നമ്മൾ ഈ ഒരു അരപ്പ് നല്ലതുപോലെ അരച്ചിട്ടുണ്ടല്ലോ, കടുകിട്ടിട്ട് ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി. കടുക് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം. അതുകൊണ്ട് ഒരുപാട് ലൂസായിട്ടും ഇല്ലാത്ത രീതിയിലുള്ള അരപ്പാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം അരപ്പ് കിട്ടാൻ, എന്നാൽ മാത്രമേ പച്ചടി നല്ല ഇതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം തൈര് നല്ല ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ തവി ഉപയോഗിച്ചിട്ടോ മതി. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന നല്ല കട്ട തൈരായതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കും. ഇപ്പം നമുക്ക് എത്രത്തോളം തൈര് വേണം എന്നനുസരിച്ച് നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുളിയുള്ളതോ പുളി ഇല്ലാത്തതോ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരാണ്. ചിലർക്ക് നല്ല പുളിയുള്ള തൈരായിരിക്കും എന്ത് കറിക്കും ഉപയോഗിക്കുന്നത് ഇഷ്ടം. അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇത് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. ഒട്ടും വെള്ളം ചേർക്കാതാണ് അടിച്ചെടുത്തേക്കുന്നത്. രണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അടിച്ച് കിട്ടാനും വേണ്ടി. ഇനി നമുക്ക് ബ്രോക്കോളി നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അതിപ്പം ഒരുപാട് അതിൻ്റെ ആ ഒരു പച്ച കളറ് മാറാത്ത രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, തീ വളരെ കുറച്ചിടാവുള്ളൂ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പകുതി മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടണം. അരപ്പൊന്ന് ചൂടായി കിട്ടണം, തിളക്കരുത്, ചൂടായി കിട്ടണം. അന്നേരം തീ വളരെ കുറച്ചിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചടിയിൽ നമ്മൾ അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തിളച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു പച്ചടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നിൽക്കുക. നമ്മളത് അരപ്പിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് തിളച്ച് പോകുന്നത്. അന്നേരം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അന്നേരം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പ് നല്ലതുപോലെ ചൂടായതിന് ശേഷം, തിളച്ച് പോവരുത്, ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 തവി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലരൊക്കെ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ ഒരു ചെറിയ ചൂടിൽ തന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒരു ചൂടടുപ്പിൽ നിന്ന് തന്നെ മാറ്റി വെക്കും. നമ്മൾ ചേർത്തിരിക്കുന്ന തൈരും അരപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അന്നേരം ബ്രോക്കോളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സെയിം ബ്രോക്കോളിക്ക് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു അരപ്പൊന്ന് ചൂടായി കിട്ടണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ തിളയ്ക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അരപ്പൊന്ന് ചൂടായി കഴിയുമ്പം ഇതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഇപ്പം നോക്കണം. നമ്മൾ ആ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം മാത്രം നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അരപ്പും ഒരുപാട് തൈരും ചേർത്ത് കഴിഞ്ഞാൽ അത്ര കളറ് തോന്നില്ല. കുറച്ച് അരപ്പും കുറച്ച് തൈരും ചേർക്കുകയാണെങ്കിൽ നല്ല കളറ് വരും ബീട്രൂട്ടിന്. അന്നേരം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ അരപ്പും തൈരും അതുപോലെ തന്നെ ബീട്രൂട്ടും എല്ലാം കൂടെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്താനും വേണ്ടി നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് മാത്രമാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അന്നേരം ബീട്രൂട്ട് പച്ചടിയും ബ്രോക്കോളി പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിച്ചാൽ മാത്രം മതി. ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കടുക്, പിന്നെ ഒരു 3-4 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. ചുമന്നുള്ളി ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. സാധാരണ നമ്മൾ കടുക് വറക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാത്ത രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു പച്ചടിയുടെ മുകളിലോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ 2 പച്ചടികൾ ഇവിടെ റെഡി ആയി കഴിയും. അതിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു 2 പച്ചടികളും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 2 നല്ല ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബീട്രൂട്ടും ബ്രോക്കോളിയും. അത് ഈ ഓണത്തിന് നമ്മൾ സാധാരണ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ബ്രോക്കോളി ഒന്നും ഉപയോഗിക്കാറില്ല. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിക്കൊള്ളട്ടെ. അന്നേരം വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.